ആവശ്യത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇബ്രാഹിം മാഷക്ക് നല്ലൊരു കയ്യടി കൊടുത്താൻ. ഒരു കയ്യടി വേറെ എന്താ? അല്ല അതായിരിക്കാം കേളപ്പാട്ടിന. കാരണം ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഇബ്രാഹിം മാഷ കാണുന്ന കയ്യടിപ്പിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. കേളപ്പാടിന്റെ കയ്യടി എനക്ക് കിട്ടും. അതുകൊണ്ട് ആരും പറയല്ലേ മക്കളെ. അതുകൊണ്ടാ ഞാൻ അടുപ്പിച്ചു. എന്തല്ലാടാ? അപ്പൊ ഇതാണ് നമ്മൾ സ്വന്തം ജാനുവടുത്ത്. എങ്ങനെ ഇഷ്ടായിക്ക? പാട്ട് ഇഷ്ടായിക്ക? എന്നാ ഇക്കയ്യടൊന്നും പോരാ, നല്ല പടകം പണ്ടുന്നത്ര കയ്യടി കൊടുക്ക്. മനസ്സ് നിറഞ്ഞി മക്കളെ, മനസ്സ് നിറഞ്ഞി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാനുവടുത്ത് ഇത്രയും പ്രായമായിട്ടുള്ള സമയത്ത് പാട്ടും എല്ലാം പാടി ചാറാക്കി വന്നതേനും അതിന്റെ ഇടക്കെന്തിനാ മോനെ വയസ്സിന്റെ പറയുന്നെങ്കി? അത് ജാനുവടുത്ത് നല്ല പ്രായമില്ലേ? എന്ത് വയസ്സുണ്ടെന്ന് പറഞ്ഞു മെല്ലട പറ. എനക്ക് വയസ്സ് കുറവാ, കേളപ്പാട്ടിനാ വയസ്സ് കൂടുതൽ. അല്ല, കേളപ്പാട്ടൻ ഭർത്താവല്ലേ, വയസ്സ് കൂടുതലായിരിക്കൂലേ? ഞാനും കേളപ്പാട്ടിനും സാധാ കൂടുതലല്ലേ? ഞാനും കേളപ്പാട്ടിനും തമ്മിൽ 40 വയസ്സിന്റെ വ്യത്യാസം. 40 വയസ്സിന്റെ വ്യത്യാസ? കല്യാണം കഴിക്കുമ്പോ 5 വയസ്സിന്റെ വ്യത്യാസം ഉള്ളൂ. പിന്നെ കണക്കൂട്ടി നോക്കുമ്പോ 40 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട്. എല്ലാ ജാനുവടുത്ത് നിങ്ങൾ എങ്ങനെ കണക്കൂട്ടിയേ? അത് ഞാൻ പറഞ്ഞുതരാം. എന്നെ കേളപ്പാട്ടൻ കല്യാണം കഴിക്കുമ്പോ കേളപ്പാട്ടിന് 30 വയസ്സ്. കേളപ്പാട്ടിന് 30 വയസ്സ്. എനക്ക് 5 വയസ്സ്. ജാനുവടുത്തേക്ക് 5 വയസ്സ്. 30ന്റെ പകുതിയല്ലേ 5? 30ന്റെ പകുതിയാ. ഇപ്പം കേളപ്പാട്ടിന് 80 വയസ്സാ. 80ന്റെ പകുതി എത്രയാ? 80ന്റെ പകുതി 40 അല്ലേ? അനീഷ ഒന്ന് നോക്കുവാൻ. എന്ത് 40? ഇനി എന്റെ വയസ്സ് പറയാൻ വന്നതാ? അല്ല, പക്ഷെ അതിൽ എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ജാനുവടുത്ത്. എല്ലാം മനെ ഇനി എന്റെ വയസ്സ് പറയാൻ വന്നത്. എന്റെ വയസ്സും എല്ലാം പറയും ഇനിയതേനു. അത് ശരി, എന്നെ എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ജാനുവടുത്ത് ഞാൻ പഠിത്ത അശോകന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ആയത് ഞങ്ങൾ തമ്മിലെ പ്രശ്നമല്ല ജാനുവടുത്ത്. ഞാൻ ഓൻ ഒരുമിച്ച് പഠിച്ചല്ലേ. ഇവന്റെ ഇംഗ്ലീഷും എല്ലാം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നു. ഓന്റെ ഭാര്യല്ലേ ഗിരിജ? ഗിരിജ ഇനി ഗിരിജ എന്ന് പറയാൻ അപ്പാടം ആത്തു കഴിഞ്ഞാൽ ഇനിയതേനടാ. അല്ല, എനിക്ക് സംഗതി പറയാണ്ട് ജാനുവടുത്ത്. എന്റെ അമ്മ ഗിരിജനെല്ലാം അറിയാമെങ്കിൽ നല്ല പരിചയമുള്ള ചങ്ങ ഇനിയതേനടാ. നിങ്ങൾക്ക് ഇത്രയും സമയത്ത് എന്നെ മനസ്സിലായിട്ടില്ല? ഇല്ല, ഞാൻ തെക്കിയുടെ പൊക്കിന്റെ ഇളയ മോനല്ലേ. എന്റെ മക്കളെ എനക്കുണ്ടട ഇവനെ കണ്ടിട്ട് മനസ്സിലായി. പെറ്റേരം പെനസില് പോലത്തെ മോന. ഇപ്പൊ ഒരു പൂവൻ പോയിട്ടോട്ടിരിക്കുന്നു. ഇഞ്ഞെന്തേനടാ വന്നേ? എന്റെ കല്യാണം ശരിയായിട്ടുണ്ട്. ഉയ്യന്റെ അമ്മ കല്യാണം ഇങ്ങനെ പറയേ? എല്ലാം മനെ ഇപ്പൊ ഉണ്ടടാ. ആർക്കെങ്കിലും പെണ്ണ് കിട്ടുന്ന എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാരും മണ്ടവൻ ഇതെടുന്ന പെണ്ണ് കിട്ടിയേ. നമ്മളെ അളത്തിലാണ്ടിക്കില്ലൊരു മോള്. ആണ്ടിക്കില്ലാലും മനെ ആ മുമ്പേ നമ്മള് പിടിച്ചു പൊന്തിച്ചാലിക്കില്ലേ? കുളത്തിലാണ്ട പെണ്ണല്ല ജാനുവടുത്ത്. പിന്നെ അളത്തിലാണ്ടിച്ചിട്ട് ഇളയ മോള് സൗമ്യ. അളത്തിലാണ്ടി വെച്ചെന്റെ ഇളയ പെണ്ണ് എല്ലാം മനെ ഒരു ചിരട്ടക്കണ്ണര് പോലത്തെ പെണ്ണല്ല. ഇതെങ്ങനെ ഈ പാല് പോലത്തെ എനിക്ക് തെറ്റായി? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജാനുവടുത്ത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലോട് പ്രേമിച്ചല്ലേ ഓളാ. ശരി, ഇപ്പൊ ഉറപ്പ് അതിന് ശേഷം ഞാൻ എനിക്ക് കാണുന്നേ. കിട്ടിയാ പോരാ. ഇപ്പോൾ താമ്പിള്ളർക്കും പെമ്പിള്ളർക്കും ഒരു സ്വഭാവം ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ മുമ്പെന്നും മൊബൈലിന്റെ മുമ്പെന്നല്ല അരിവർക്കും പോലെ കളിച്ചാൽ എന്തോ ഒരു ബുക്ക് വരും. ഫേസ്ബുക്ക് എന്റെ പണ്ടത്തെ കാലത്തായിട്ട് അതുപോലത്തെ ബുക്കിന്റെ എന്ത് തുകരുമാനെ. രമണിക്ക് കിട്ടിയതിന്റെ ഒരു നല്ല മാശ എനക്കും കിട്ടുമല്ലേ. നമ്മളെ കേളപ്പാട്ടിനെന്താ മോശോ? കേളപ്പാട്ടിന് എന്തെന്നാ മോശം? അത് മങ്കൂറിനെ കുറിച്ച് കുരിപ്പിന്റെ തല എന്തോ ആയിപ്പോയിക്ക് മനൊന്നും പറയാത്തതാണ് അല്ലേ. അതിൽ നടക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച നമ്മളെ കണ്ണൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇങ്ങനെ ചുറ്റിത്തിരി നാട്ടിലുണ്ടോ? അത് കേളപ്പാട്ടിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ പോയതാട്ടെ. എന്തെന്നാ ജാനുവടുത്ത്? നിങ്ങളും കേളപ്പാട്ടിന് എപ്പം പ്രശ്നമാണല്ലോ. ഞാൻ എന്തെന്നാടോ മാണ്ടേ? ഇപ്പം കേളപ്പാട്ടൻ കള്ളും കുടിച്ച് വരുമ്പോ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുക. കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ട് എറിയ. ഏറ് തുടങ്ങിയിട്ട് 3 കൊല്ലായി. ശരി, 3 കൊല്ലായിട്ട് നിങ്ങൾ ഇപ്പാണ് പരാതി കൊടുക്കുന്നത്? ഇപ്പൊ മനെ ഏറ് കൊണ്ടേ ഞാൻ വന്നേരെ ചോദിക്കുന്നു. മെഞ്ഞാന്ന് പേപ്പർ എടുത്തിട്ട് നോക്കുമ്പോ ഒരു വാർത്ത, എന്തെന്നാ കേളപ്പനെ കാണാനില്ല. എല്ലാ മനെ ഒരാളെ കാണുന്നില്ല പിന്നെ വാർത്ത കൊടുക്കണ്ട. അത് ഇനി ഇവിടെ എടുത്തു പറയണ. എല്ലാ ജാനുവടുത്ത് ഇങ്ങനെയാണോ വാർത്ത കൊടുക്കുക? അതിനെന്താ മോശ? അതിനെന്താടോ മോശ? കേളപ്പ് 50 വയസ്സ്, വട്ട മുഖം, ചുരുള മുടി, സുന്ദര സുമുഖന്നൽ മറ്റല്ലേ കൊടുത്ത. അതിനെന്താ മോശ? എന്തെന്നാ ജാനുവടുത്ത് നിങ്ങൾ പറയണേ? നിങ്ങളല്ലേ കുറച്ചു നേരത്തെ കേളപ്പാട്ട് 80 വയസ്സാന്ന് പറഞ്ഞേ. കേളപ്പാട്ടിന്റെ കഷ്ടിയിലെടുത്ത് ചുരുള മുടി, എന്ത് വട്ടമുഖം, എന്ത് സുന്ദര. നമ്മളെ കേളപ്പാട്ട് സുന്ദരനാട്ടാ. അഥവാ വാർത്ത വായിച്ചിട്ട് അതുപോലത്തെ വന്നാലോ വെച്ചിട്ട് കൊടുത്തതാണോ? അല്ല, നിങ്ങൾ ഈ കളി കാണുമ്പോ ഇപ്പൊ അടുത്ത് കുതിരവട്ട ഹോസ്പിറ്റലിൽ പോയി ഇങ്ങളെ കാണിക്കുവാനോ അല്ലെ കേളപ്പാട്ടം കാണിക്കാനാ? ഉയ്യന്റെ അമ്മ അത് ഞാളെ കാണിക്കുമെന്നും പോയല്ലേ. കുതിരവട്ടം മാനത്തെ ആശുപത്രി പോയതാ പറയുന്നത്. എന്തെന്നാ സംഭവം എന്ന് വെച്ചാല് അശോകൻ ഗൾഫിൽ ഒരു പൈസ അയച്ചേക്ക് കുതിരവട്ടം മാനസിക ആശുപത്രി കൊടുക്കുവേ സംഭവം കൊണ്ട് പറഞ്ഞു. അങ്ങനെ കേളപ്പാട്ടം കുതിരവട്ടത്ത് കൊണ്ടുകൊടുക്കാൻ പോകുമ്പോ ഞാൻ വിചാരിച്ചു ഞാനും കൂടിയും പോയാ കുതിരവട്ടയിലൊന്ന് കാണാലോന്ന് വെച്ച് പോയി മനെ. കുതിരവട്ടത്തെ സ്ഥിതി അറിഞ്ഞി എന്തെന്നാ ആടെ കൂടുതൽ അസുഖമുള്ള വേറെ തന്നെ ഒരു ചെല്ലിലിടും. ഞാനിങ്ങനെ ചുറ്റി കാണുമ്പോ ഒരു ചെല്ലിൽ എന്റെ അതേ പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ ഞാൻ കണ്ടേരൊന്ന് ചിരിച്ച്
പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു അടക്കുന്ന ആ ഞാൻ ചോദിച്ചു എന്തേനോളി എന്താ ചിരിച്ചെന്ന് ചോദിച്ചോൾ എന്നോട് കൂട്ടിൻ്റെ ഉള്ളത് ഞാൻ പറഞ്ഞു വെറുതെ ചിരിച്ചാ ആ ഓൾ എന്നോട് പറയുന്ന എനക്കും തുടക്കം ഇങ്ങനെയൊന്നും ബേജാറായിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നിക്കില്ല പള്ളേന്നൊരു കത്തല് കത്തിക്കുമ്പോ ഇങ്ങോരൊന്ന് പറയുന്ന ഇപ്പറഞ്ഞ കേളപ്പാടല്ലേ പണ്ട് ഗൾഫ് പോയ ഉയ്യന്റെ അമ്മയെ കേളപ്പാട്ടൻ ഗൾഫിൽ പോയ കാര്യം ഒന്നും ആരോടും പറയാത്തതാണല്ലേ ആയതെന്നാ സംഭവം